ഹായ് മുത്തുമണികൾ എല്ലാവർക്കും പുതിയ സിനിമ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നമ്മുടെ ലാലേട്ടന് ഒരു ബർത്ത്ഡേ വിഷസ് പറയാത്തത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇന്നും കൂടി പറയാം. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ. കാരണം ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഒരു വമ്പൻ സർപ്രൈസാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. ദൃശ്യം 3 എന്ന ഒരു എന്താ പറയുക, ഒരു വലിയ ചിത്രം തന്നെ. കാരണം അങ്ങനെയുള്ളൊരു ചിത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യം. ദൃശ്യം വന്നു, ദൃശ്യം 2 വന്നു, ഇന്ന് ദൃശ്യം 3. പക്ഷെ എനിക്കൊരു സങ്കടം എന്താ വെച്ചാൽ, ഇതുപോലൊരു സിനിമ വന്നിട്ട് തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസ് ചെയ്യുന്ന, അതായത് ഒരു ഫ്ലെക്സോ ഒന്നുമില്ലാതെ തിയേറ്റർ ഹൗസ്ഫുൾ ആവാതെ കാണുമ്പോൾ ഒരു വലിയൊരു എന്താ പറയുക സങ്കടമുണ്ട്. കാരണം ഒരുപാട് മീശപിരി മുണ്ടുമടക്കി വിൽക്കത്തിലും മാത്രമാണ് ലാലേട്ടൻ്റെ സിനിമ എന്ന് ചിന്തിക്കുന്ന ഒരു തരം പ്രേക്ഷകരല്ല, ഒരു തരം ലാലേട്ടൻ്റെ ഫാൻസ് ഉണ്ട്. അവരോട് പറയാനുള്ളത്, ഇതുപോലുള്ള നല്ല ചിത്രങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം ദൃശ്യം 3 എന്ന ചിത്രം കാണാൻ പോയപ്പോൾ ഒരു പകുതി സീറ്റ് കാലിയായി കിടക്കുക, അതായത് ഫുള്ളല്ല. കാരണം ലാലേട്ടൻ സിനിമക്കൊക്കെ അത്യാവശ്യം നല്ല ആൾ വേണം. പക്ഷേ എന്താണോ ഈ ചിത്രത്തിന് ഒരു ഫ്ലെക്സോ കാര്യങ്ങളൊന്നും തിയേറ്ററിൻ്റെ അടുത്തില്ല, ആളും കുറവ്. പക്ഷേ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ വലിയ സന്തോഷം തോന്നി. കാരണം അങ്ങനെയുള്ളൊരു സംഭവമാണ് ദൃശ്യത്തിൽ നമ്മുടെ ഈ ജിത്തു ജോസഫ് ലാലേട്ടനെ വെച്ച് ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിന് പുള്ളിക്കൊരു ഹാറ്റ്സ് ഓഫ്. കാരണം 1 ഇറങ്ങി, 2 ഇറങ്ങി, 3 ഇറങ്ങി. ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ തുടക്കത്തിൽ ചിത്രത്തിൻ്റെ 1-ാം ഭാഗം ദൃശ്യം, അതുപോലെ തന്നെ ദൃശ്യം 2 ആ ഒരു സംഭവം ഇങ്ങനെ കാണിച്ചിട്ടാണ് ദൃശ്യം 3 വരുന്നത്. ഇതിൽ ഒരുപാട് ട്വിസ്റ്റുകളല്ല, മറിച്ച് ട്വിസ്റ്റുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ അവരുടെ ആ ഫാമിലിയുടെ ഒരു സംഭവം നടന്നു, അതിനുശേഷമുള്ള അവരുടെ ഒരു എന്താ പറയുക അതിനെ പ്രതികരിക്കുന്നതും, പിന്നെ അതിനുശേഷമുള്ള അവരോട് ഒരു എന്താ പറയുക അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും അതിനെ അഭിമുഖീകരിക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഈ ചിത്രത്തിൽ. അതായത് ആ ഒരു അഞ്ജു എന്ന തൻ്റെ മകളെ ക്യാരക്ടറിനെ വെച്ചിട്ടാണ് ഒരുപാട് ഇതിൽ കാണിക്കുന്നത്. അവരുടെ ലൈഫ് ഒരു നല്ല രീതിയിലാക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ജോർജ് കുട്ടിയുടെ പോരാട്ടങ്ങൾ ആ ചിത്രം കാണിക്കും. എന്നാൽ ചിത്രത്തിന് എനിക്ക് തോന്നിയ ഒരു 2 ക്ലൈമാക്സ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം പിന്നെ ക്ലൈമാക്സ് അടുക്കുമ്പോൾ ഒരു നല്ല നമ്മൾ ആയിരിക്കും അവിടെ കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ അവസാനം കൂടി ഒരു എന്താ പറയുക ഇനിയും 4-ാം പാർട്ടിനുള്ള ഒരു സാധ്യത വെച്ചിട്ടാണ് നമ്മുടെ ഈ ചിത്രം അവർ നിർത്തിയേക്കുന്നത്. എന്തായാലും പക്ഷേ ചില ലാഗുകളുണ്ട്. കാരണം നമുക്കറിയാം ദൃശ്യം അതുപോലെ തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ ഇങ്ങനെ ഒരു ഇഴഞ്ഞ് നീങ്ങിയിട്ട് ചിത്രത്തിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു ലാസ്റ്റ് വെച്ചിട്ടാണ് ചിത്രത്തിൻ്റെ ഒരു ഹൈ ലെവൽ കയറും. അതുപോലെ തന്നെ 2-ലാണെങ്കിലും. പക്ഷേ 3-ലും അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ലാഗ് വെച്ചാൽ ജിത്തു ജോസഫിൻ്റെ സിനിമകൾക്ക് പൊതുവെ അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അത് ഇങ്ങനെ വെച്ചിട്ട് ലാസ്റ്റിൽ അതിൻ്റെ ഓരോ ചുരുളിങ്ങനെ അഴിക്കണ രീതിയിൽ അങ്ങനെ അവർ നിർത്തി വെച്ചു. എന്തായാലും എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുന്നതാണ്. നമ്മൾ ഒരു ലാഗായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു ത്രില്ലിംഗ് ആയിട്ട് ചിത്രം നിർത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും 4-ാം ഭാഗം കൂടി നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെ ഒരു ലാസ്റ്റിലാണ് കൊണ്ടുപോയി നിർത്തി. എന്തായാലും പടം കാണാത്തവരൊക്കെ കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.